അയ്യോ, അതാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരു പൊട്ടിപ്പെണ്ണിനെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. മിത്ര മാഡത്തിനെ കുറിച്ച് പറയുമ്പോ 1000 നാവാ. മിത്ര മാഡം പാവോ, ജീവിതത്തിൽ ഇത്രയൊക്കെ സഹിച്ച ആളല്ലേ. എന്തൊക്കെയാ പറയുന്നേന്നറിയോ? പറയട്ടെ. അപ്പൊ ശരിക്കും മാഡത്തിന് നന്ദിനിയോട് പകയൊന്നുമില്ലേ? അവളോടുള്ള പകയോ? അതൊരു 10 ജന്മം ജനിച്ച് മരിച്ചു വീണാലും തീരില്ലടി. എന്റെ കഴുത്തില് വീഴേണ്ട താലിമാലയാ അന്ന് അവൾ ഏറ്റുവാങ്ങിയത്. ഞാൻ പിടിക്കേണ്ട കയ്യിലാ അവള് തൊട്ടത്. ഞാൻ ഉറങ്ങേണ്ട മുറിയിലാ അവൾ ഉറങ്ങുന്നത്. പിന്നെ ആ ഹാളിൽ ഇരിക്കുന്ന ഫോട്ടോ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അടിയാ. അവളെ ഞാൻ വെറുതെ വിടാനോ? അവളെ മാത്രമല്ല, നാട്ടിലുള്ള അവളുടെ കുടുംബക്കാര് കൂടി കണ്ണീര് കുടിക്കുന്ന കാര്യങ്ങളാവും ഞാൻ ചെയ്യുക. ഹോ, സമാധാനായി. മാഡേനെ നന്ദിനിയോട് വല്ലത് ക്ഷമിച്ചു കളയോന്ന് വിചാരിച്ചിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. നീ കൊള്ളാലോടി കനകെ, എന്നെക്കാൾ ത്രില്ലിലാണല്ലോ നീ. ആ പിന്നെ മാഡം, ഞാൻ നന്ദിനിയോട് ചോദിച്ചു, മിത്ര മാഡം സ്ഥിരമായിട്ട് വന്ന് മാഡോ സൂര്യസാറും തമ്മിൽ സ്നേഹം ആവുകയാണെങ്കില് നന്ദിനിക്ക് കുഴപ്പമൊന്നുമില്ലേന്ന്. എന്നിട്ട് എന്ത് പറഞ്ഞു? അതിന് ഉത്തരം പറയാൻ ആ കാലം സമ്മതിച്ചില്ല, ആ രാജു. അപ്പോഴേക്ക് അയാൾ അങ്ങോട്ടൊന്ന് കേറി. കുഴപ്പമില്ല, ഞാൻ സൂത്രത്തിൽ പിന്നീട് ചോദിച്ചോളാം. ഞാൻ അവിടെ വന്ന് പോന്നത് ഇത്രയും കാര്യങ്ങളെ കൊണ്ട് അവസാനിക്കാൻ പാടില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വേണം. ഞാൻ അവിടെ വന്നതിന്റെ ലക്ഷണം ആ വീടിനകത്ത് വേണം. അത് ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി. പറയാം മാഡം. ആരും കാണാതെ വേണം അത് ചെയ്യാൻ.